ഹരേ കൃഷ്ണ. സർവം കൃഷ്ണ അർപ്പണമസ്തു. സ്വസ്തികയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കുറച്ചു പേര് ശ്രീ ഗുരുവായൂരപ്പൻ്റെ കഥ പറയുമോ എന്ന് ചോദിക്കുന്നുണ്ട്. ഗുരുവായൂരപ്പൻ്റെ കഥ നമുക്ക് എല്ലാവർക്കും അറിയാം. എന്തുകൊണ്ടാണ് ഗുരുവായൂർ എന്ന് ആ സ്ഥലത്തിന് പേര് വന്നത്? പഴയ മലയാളം സിനിമകളുണ്ട്, വളരെ മനോഹരമായിട്ടുള്ള ശ്രീ ഗുരുവായൂരപ്പൻ എന്ന് പറഞ്ഞ സിനിമ. അതിലൊക്കെ ആ കഥകളൊക്കെ വളരെ വ്യക്തമായിട്ട് ഭഗവാനെക്കുറിച്ച്, ഭഗവാന്റെ ഭക്തരെക്കുറിച്ച്, പൂന്താനം നമ്പൂതിരി, മേൽപ്പത്തൂര്, ഗുരുവായൂർ കേശവൻ, എല്ലാം സിനിമകളുണ്ട്. അത് മലയാളത്തിലായതുകൊണ്ട് തന്നെ നമുക്കതൊക്കെ കാണാനും മനസ്സിലാക്കാനും ഒക്കെ വളരെ എളുപ്പമാണ്. അതുകൊണ്ട് എല്ലാവർക്കും, കേരളീയരായ എല്ലാവർക്കും, അല്ലെങ്കിൽ ഭക്തരായ കൃഷ്ണഭക്തരായ എല്ലാവർക്കും ഗുരുവായൂരപ്പൻ്റെ കഥ അറിയാം. പക്ഷേ പാതാളാഞ്ജനശില എന്ന വിശിഷ്ട ആയ ഒരു കല്ലുകൊണ്ടാണ് ഭഗവാന്റെ വിഗ്രഹം നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത്. ആ വിഗ്രഹത്തിന് യുഗയുഗാന്തരങ്ങളോളം പഴക്കമുണ്ട്. നമ്മുടെ സൃഷ്ടിക്കൊക്കെ കാരണം സൃഷ്ടാവായ ബ്രഹ്മാവിൻ്റെ ജനനത്തോളം, അല്ലെങ്കിൽ ബ്രഹ്മാവിൻ്റെ ജന്മത്തോളം പഴക്കമുണ്ട് ആ വിഗ്രഹത്തിനും. ശ്രീ ഗുരുവായൂരപ്പനായിട്ട് ഗുരുവായൂരിൽ വിരാജിക്കുന്നത് ദേവകി അമ്മ പൂജിച്ചിരുന്ന വിഗ്രഹമാണ്. പക്ഷെ ആ വിഗ്രഹത്തിന് വീണ്ടും യുഗാന്തരങ്ങളോളമുള്ള കഥ പറയാനുണ്ട്. ഇത് ആരംഭിക്കുന്നത് ശ്രീഹരിയിൽ നിന്ന് തന്നെയാണ്. ഭഗവാൻ ശ്രീകൃഷ്ണൻ തൻ്റെ 3 തരത്തിലുള്ള മാനിഫെസ്റ്റേഷൻസ്, 3 രീതിയിൽ ആദ്യം മാനിഫെസ്റ്റ് ചെയ്യുന്നത് മഹാവിഷ്ണുവായിട്ട്, സാത്വികമായ ഭാവം ഭഗവാന്റെ. മഹാവിഷ്ണുവിൽ നിന്ന് ഗർഭോദകശായി വിഷ്ണു ഉണ്ടാകുന്നു, ക്ഷീരോദകശായി വിഷ്ണു ഉണ്ടാകുന്നു. അങ്ങനെ ക്ഷീരോദകശായി വിഷ്ണുവാണ് എല്ലാ യൂണിവേഴ്സിലും ഇങ്ങനെ അനന്തശയനത്തിൽ യോഗഭാവത്തിൽ കിടക്കുകയാണ് അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ പൊക്കിൾ കൊടിയിൽ നിന്നാണ് ബ്രഹ്മാവിൻ്റെ ജനനം. ബ്രഹ്മാവ് ജനിച്ചതിന് ശേഷം വർഷങ്ങൾ നീണ്ട തപസ് അനുഷ്ഠിക്കേണ്ടി വന്നു അന്തര്യാമിയായ ഭഗവാനെ ഒന്ന് ദർശിക്കാൻ വേണ്ടിയിട്ട്. ഗർഭോദകശായി വിഷ്ണുവിൻ്റെ പല ഭാവങ്ങളിൽ നിന്ന് പലതരത്തിലുള്ള സൃഷ്ടികൾ നടത്തുകയാണ് ബ്രഹ്മാവ്. അങ്ങനെ ബ്രഹ്മാവ് പലതരം സൃഷ്ടികൾ ഇങ്ങനെ നടത്തിക്കൊണ്ട് വരുമ്പോഴാണ് സനൽകുമാരന്മാരെ സൃഷ്ടിക്കുന്നു. ഈ സനൽകുമാരന്മാരെന്ന് പറഞ്ഞാൽ പൂർണ്ണമായിട്ടും ശ്രീഹരിയുടെ ഭക്തരായിരുന്നു. അതായത് അവർക്ക് മോക്ഷം, വിഷ്ണുപദം പോവുക എന്നുള്ളത് മാത്രമായിരുന്നു അവരുടെ അൾട്ടിമേറ്റ് ലക്ഷ്യം. അത് അവർക്കൊരു ദാമ്പത്യ ലോകം, അതായത് കുട്ടികൾ, മക്കള്, അങ്ങനെ ആ സന്താന പരമ്പര ഉണ്ടാക്കണം എന്നുള്ള താല്പര്യം ഉണ്ടായില്ല. പക്ഷെ ബ്രഹ്മാവ് അവരെ അതിനുവേണ്ടി നിർബന്ധിച്ചു. അവരത് നിരാകരിച്ചു. അപ്പോൾ ബ്രഹ്മാവിന് വളരെയധികം കോപം ഉണ്ടായി. അപ്പോൾ ആ കോപത്തിൽ നിന്നാണ് രുദ്രൻ ഉണ്ടാകുന്നത്. അങ്ങനെ 11 രുദ്രന്മാരിൽ ഒരാളാണ് ശിവഭഗവാൻ. പക്ഷെ ശിവഭഗവാന് ഒരു പ്രത്യേകതയുണ്ട്, ശംഭു. അദ്ദേഹം തപസ് അനുഷ്ഠിക്കുകയും അദ്ദേഹത്തിന് യോഗ സിദ്ധി ഉണ്ടാവുകയും ആ യോഗയിലൂടെ അദ്ദേഹം ശ്രീഹരിയെ, ശ്രീകൃഷ്ണ പരമാത്മ തത്വത്തെ മനസ്സിലാക്കുന്നു. അങ്ങനെ ആദ്യ യോഗിയായി മാറുകയാണ് ശിവഭഗവാൻ. വിഷ്ണു ഭക്തന്മാരിൽ ഏറ്റവും പ്രധാനപ്പെട്ട ആളാണ് ശിവഭഗവാൻ. അദ്ദേഹം ബ്രഹ്മാവിൻ്റെ പുത്രനാണ്. അദ്ദേഹത്തിനെ പിന്നെ സംഹാര മൂർത്തിയായി, അല്ലെങ്കിൽ ഡിസ്ട്രക്ഷൻ എന്ന ഒരു കർമ്മത്തിന് വേണ്ടി നിയോഗിക്കുകയാണ് ശ്രീഹരി. സത്വരജോ തമോ ഗുണ പ്രധാനമായിട്ടുള്ള ഒരു ശരീരമാണ് ഭൗതിക ലോകത്തെ എല്ലാത്തിനും ഉണ്ടത്. ഈ ശരീരത്തിൻ്റെ നിർമ്മാണത്തിന് കാരണഭൂതനും പുരുഷനായിട്ടുള്ള ആദിയോഗിയായ ശിവഭഗവാനാണ്. ശിവഭഗവാൻ തൻ്റെ ഭാര്യയായ മഹാമായയുമായിട്ട് സംയോജിക്കുമ്പോഴാണ് ഭൗതികമായ ലോകത്തിലുള്ള എല്ലാ ജൈവ അജൈവ വസ്തുക്കളും ഈ ഭൗതിക ലോകത്ത് ഉണ്ടായത്. അപ്പോൾ അതുകൊണ്ട് തന്നെ പ്രജാപതി, പശുപതി എന്നൊക്കെയുള്ള പേരിൽ പണ്ടത്തെ ആളുകൾ ശിവഭഗവാനെ കൂടുതലായിട്ട് ആരാധിച്ചു പോന്നിരുന്നു. യോഗികൾക്ക് കൂടിയും ആദ്യത്തെ ഗുരുവാണ് അദ്ദേഹം. അതുകൊണ്ടാണ് അദ്ദേഹം ആദിയോഗി എന്ന് പോലും അറിയപ്പെടുന്നത്. എന്നാൽ കാലാന്തരത്തിൽ അതൊരു ശൈവ ആരാധന സമ്പ്രദായമായി വരികയായിരുന്നു. ഇതുപോലെ തന്നെ ദേവി ഉപാസകരുടെ മറ്റൊരു ആരാധനാ സമ്പ്രദായമുണ്ട്. അവർ ശാക്തേരെന്നും അറിയപ്പെട്ടു. ഇനി ഇത് എല്ലാ ദേവീദേവന്മാരെ ആരാധിക്കുന്ന, അല്ലെങ്കിൽ ദ്രാവിഡ ദേവീദേവന്മാരെ അടക്കം ആരാധിക്കുന്നവർ സ്മാർത്തർ എന്നറിയപ്പെട്ടു. വിഷ്ണുവിനെ മാത്രം ആരാധിക്കുന്ന, അല്ലെങ്കിൽ വിഷ്ണു തത്വത്തെ, ശ്രീഹരിയെ, ലക്ഷ്മി നാരായണനെ, രാധേകൃഷ്ണനെ, അല്ലെങ്കിൽ സീതാരാമന്മാരെയൊക്കെ ആരാധിക്കുന്നവരുടെ, വിഷ്ണുവിൻ്റെ പലതരത്തിലുള്ള അംശ അവതാരങ്ങളെയും പൂർണ്ണ അവതാരങ്ങളെയും ഒക്കെ ആരാധിക്കുന്നവർ വൈഷ്ണവർ എന്ന വിഭാഗത്തിലും അറിയാം.
എല്ലാം നഷ്ടപ്പെട്ടു. കണ്ണന് വേണ്ടി കാത്തിരിക്കുകയാണ്. വൃന്ദാവനത്തിൽ അങ്ങനെ സുരക്ഷിതനായി വളരുകയാണ് തൻ്റെ പുത്രൻ. അവനെ കാണാനുള്ള വ്യഗ്രതയിൽ കാത്തിരിക്കുകയാണ്. അപ്പോൾ മനോനില തെറ്റുന്നു. അപ്പോൾ വളരെയധികം ഭക്തിയുണ്ട്, സ്നേഹമുണ്ട്, ആ മാതൃവാത്സല്യമുണ്ട്. അങ്ങനെ ഈ വിഗ്രഹത്തെ കുഞ്ഞിനെ പോലെ, ശ്രീകൃഷ്ണനെ പോലെ തന്നെ സ്നേഹിക്കുകയാണ് വിഗ്രഹത്തെ. അതിനെ അണിയിച്ചൊരുക്കുക, അതിന് വസ്ത്രങ്ങളൊക്കെ മാറ്റിക്കൊടുക്കുക. അങ്ങനെ ഒരു കുഞ്ഞിനെ പരിരക്ഷിക്കുന്നത് പോലെ, പരിലാളിക്കുന്നത് പോലെയാണ് ദേവകി അമ്മ ഈ കാരാഗൃഹത്തിൽ വെച്ച് ആ വിഷ്ണുവിൻ്റെ, ശ്രീഹരിയുടെ ആ വിഗ്രഹത്തെ പൂജിക്കുകയും പരിചരിക്കുകയും ചെയ്തത്. പിന്നീട് ശ്രീകൃഷ്ണൻ വൃന്ദാവനത്തിൽ നിന്ന് വന്നു, കംസനെ കൊന്ന് തൻ്റെ മാതാപിതാക്കന്മാരെ കാരാഗൃഹത്തിൽ നിന്ന് മോചിപ്പിക്കുന്നു. പിന്നീട് തൻ്റെ ആസ്ഥാനം ദ്വാരകയിലേക്ക് മാറ്റുന്നു. അതോടൊപ്പം അമ്മ പൂജിച്ചിരുന്ന ആ വിഗ്രഹത്തെ അദ്ദേഹം മനോഹരമായ ഒരു ക്ഷേത്രം പണിത് അവിടെ പ്രതിഷ്ഠിക്കുന്നുണ്ട്. ദ്വാരകാധീശനായ ശ്രീകൃഷ്ണ ഭഗവാന്റെ അശ്വധാമത്തില്, ദ്വാരകയില് ആ വിഗ്രഹം പ്രതിഷ്ഠിതമാകുകയാണ് ഭഗവാന്റെ കൈകളാൽ. അവിടെ അത് പൂജിക്കപ്പെടുകയാണ്. അങ്ങനെ ദ്വാപരയുഗത്തിന്റെ അവസാനമായി ഭഗവാൻ സ്വർഗാരോഹണം ചെയ്യണം. ഉദ്ധവരെ അടുത്തു വിളിക്കുന്നു, പല കാര്യങ്ങളും പറഞ്ഞു കൊടുക്കുന്നു. ഉദ്ധവ ഗീത ഉപദേശിക്കുന്നു. ഇനി വരുന്നത് കലിയുഗമാണ്, സാത്വികരായ മനുഷ്യർ എപ്രകാരമാണ് കലിയുഗത്തിൽ ജീവിക്കേണ്ടത്, ഇതൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് ഉദ്ധവർക്ക്. അതിനുശേഷം ഉദ്ധവരോട് ബദരി ആശ്രമത്തിൽ പോയി തപസ് ചെയ്യാൻ അദ്ദേഹം പറയുന്നു. അതോടൊപ്പം അദ്ദേഹം പറയുന്ന മറ്റൊരു കാര്യമാണ്, ദ്വാരകയിൽ താൻ പൂജിക്കുന്ന ഒരു വിശിഷ്ടപ്പെട്ട വിഗ്രഹമുണ്ട്. അത് തൻ്റെ മാതാവ് യുഗയുഗാന്തരങ്ങളായി പൂജിക്കുന്ന വിഗ്രഹമാണ് ചതുർബാഹുവായ ശ്രീഹരിയുടെ വിഗ്രഹം. അത് ഉത്തമമായ ഒരു സ്ഥാനത്ത് മാറ്റി പ്രതിഷ്ഠിക്കണം. ഉടനെ തന്നെ അത് ബൃഹസ്പതിയെ അറിയിക്കണം. ഇത് ഉദ്ധവരോട് പറഞ്ഞേൽപ്പിച്ചിട്ടാണ് ഭഗവാൻ സ്വർഗാരോഹണം ചെയ്യുന്നത്. ഗുരുവാണ് ബൃഹസ്പതി. ഉദ്ധവർ ബദരി ആശ്രമത്തിലേക്ക് ഉള്ള തന്റെ യാത്രയ്ക്ക് ഇടയിൽ ബൃഹസ്പതിയെ കാണുകയും ഈ വിവരം അറിയിക്കുകയും ചെയ്യുന്നു. ഉടനടി ബൃഹസ്പതി ദ്വാരകയിൽ എത്തിച്ചേരുന്നു. പക്ഷെ അപ്പോഴേക്കും ദ്വാരക കടലെടുത്തു. പൂർണ്ണമായിട്ടും ഭഗവാന്റെ ആ മനോഹരമായ ധാമം കടലിനുള്ളിലേക്ക് പോയി കഴിഞ്ഞിരിക്കുന്നു. ബൃഹസ്പതി നിരാശനായി നിൽക്കുമ്പോഴാണ് ആ കടലിന്റെ ആ ഓളങ്ങളിൽ, ആ തിരകളിൽ ഇങ്ങനെ ആടിക്കളിക്കുകയാണ് ഒരു മനോഹരമായ വിഗ്രഹം. ഭഗവാൻ പറഞ്ഞ ആ ചതുർബാഹുവായ ശ്രീകൃഷ്ണ വിഗ്രഹം. അതോടൊപ്പം അദ്ദേഹം ഒരു കാര്യം കൂടി പറഞ്ഞു, കലിയുഗത്തിൽ മനുഷ്യർക്ക് മോക്ഷം നൽകുവാനായിട്ട് ഈ വിഗ്രഹത്തിൽ താൻ എന്നും കുടികൊള്ളും എന്നും ഒരു കാര്യം ഉദ്ധവരോട് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ബൃഹസ്പതിക്ക് ആ കടൽ വെള്ളത്തിൽ നിന്ന് ആ വിഗ്രഹം എടുക്കാൻ സാധിക്കുന്നില്ല. അപ്പോൾ ആരുടെയെങ്കിലും സഹായം വേണം. അങ്ങനെയാണ് ബൃഹസ്പതി വായുദേവനെ സ്മരിക്കുകയും വായുദേവൻ സഹായത്തിനെത്തുന്നത്. പക്ഷേ കടലിന്റെ ഓളത്തിൽ ഇങ്ങനെ തിരയിൽ ഇങ്ങനെ ഇളകി ആ വിഗ്രഹം ഇങ്ങനെ തെക്കോട്ട് തന്റെ യാത്ര തുടരുകയാണ്. ആ വിഗ്രഹം കടലിനുള്ളിലേക്ക് താഴ്ന്നു പോകാതിരിക്കാനായി വായു ഭഗവാൻ സഹായിക്കുന്നുണ്ട്. അങ്ങനെ അതിങ്ങനെ യാത്ര തുടർന്ന് അങ്ങനെ തെക്ക് ഭാഗത്തെത്തി. അപ്പോൾ ഒരു സ്ഥലത്തെത്തിയപ്പോൾ വിഗ്രഹം അവിടെ നിൽക്കും. ആ സ്ഥലത്തിന് വല്ലാത്ത പ്രത്യേകതകൾ, മനോഹരമായ താമരപ്പൊയ്കയുള്ള വളരെ മനോഹരമായ ഒരു സ്ഥലം. മാത്രമല്ല അവിടെ നോക്കുമ്പോൾ ശിവഭഗവാൻ വിഷ്ണു പൂജ നടത്തുകയാണ്. അതിനുശേഷം അദ്ദേഹം പാർവതിയോട് ചേർന്നിട്ട് താണ്ഡവ നൃത്തമാടുകയാണ് ആ സ്ഥലത്ത്. അപ്പൊ ഇവിടെ തന്നെയാണ് ഭഗവാൻ ഉദ്ദേശിക്കുന്നത്, ഈ സ്ഥലത്ത് ഈ വിഗ്രഹം പ്രതിഷ്ഠിക്കണം. അങ്ങനെ വായു ഭഗവാന്റെ സഹായത്തോടു കൂടി വിഗ്രഹം കരയിലേക്ക് അടുപ്പിക്കുകയാണ്. അതിനുശേഷം ബൃഹസ്പതിയും വായുവും ചേർന്ന് ഒരു നല്ലൊരു സ്ഥലത്ത് ആ വിഗ്രഹം പ്രതിഷ്ഠിക്കുന്നു. അതിനുശേഷം മഹാദേവൻ തന്നെ വന്ന് ആ വിഗ്രഹത്തിന് പൂജകളും ചെയ്യുന്നു. അങ്ങനെ ഗുരുവും വായുവും ചേർന്ന് ശ്രീകൃഷ്ണ പ്രതിഷ്ഠ നടത്തിയ ആ സ്ഥലം ഗുരുവായൂർ എന്ന് പ്രശസ്തി ആർജിച്ചു. അതിൻ്റെ തൊട്ടടുത്ത് തന്നെ മഹാദേവ സാന്നിധ്യമുണ്ട്, മമ്മിയൂരപ്പനായിട്ട്. 14-ാം നൂറ്റാണ്ടില് മണിപ്രവാള ഗ്രന്ഥമായിരുന്ന കോക സന്ദേശത്തില് ഗുരുവായൂർ എന്നാണ് ഗുരുവായൂർ ക്ഷേത്രത്തിനെ പറ്റി പ്രതിപാദിച്ചിരിക്കുന്നത്. അതുപോലെ ഗുരുവായൂർ ക്ഷേത്രത്തിന്റെ ആ ഒരു പ്രശസ്തിയും ചൈതന്യവും ഒക്കെ വളരെയധികം ഉയർന്നു വന്നത് 15-ാം നൂറ്റാണ്ടിന് ശേഷമാണ്. മേൽപ്പത്തൂർ ഭട്ടതിരിപ്പാടിന്റെ നാരായണീയത്തിലൂടെയാണ് ഭഗവാൻ ഗുരുവായൂരപ്പൻ കൂടുതൽ പ്രശസ്തി ആർജിച്ചത്. പിന്നെ പൂന്താനം നമ്പൂതിരിയുടെ ജ്ഞാനപ്പാനയിലൂടെ. മാത്രമല്ല കാലാന്തരത്തിൽ ഒരുപാട് ആക്രമണങ്ങൾ നേരിടേണ്ടി വന്നിട്ടുണ്ട് ഗുരുവായൂർ ക്ഷേത്രത്തിന്. ഡച്ചുകാർ ആക്രമിച്ചു, തീയിട നശിപ്പിക്കാൻ നോക്കി 16-ാം നൂറ്റാണ്ടില്. അതോടൊപ്പം ടിപ്പു സുൽത്താൻ, ഹൈദരാലി ഇവരൊക്കെ ആക്രമിച്ചു. ടിപ്പു സുൽത്താൻ തീയിട്ട് നശിപ്പിക്കാൻ വരെ നോക്കിയിട്ടുണ്ട്. ആ സമയത്ത് വിഗ്രഹം വളരെ രഹസ്യമായിട്ട് അമ്പലപ്പുഴയിലേക്ക് മാറ്റി സ്ഥാപിക്കുന്നുണ്ട്. അതിനൊക്കെ ശേഷം
ഒടുവിൽ കോഴിക്കോട് സാമൂതിരിയാണ് ഈ ക്ഷേത്രത്തിന്റെ ചുമതല ഏറ്റെടുക്കുന്നത്. ദേവകി അമ്മയ്ക്ക് പുത്രദുഃഖ അങ്ങനെയാണ് അതിഥിക്ക് ദേവകി അമ്മയായി ജനിക്കുമ്പോൾ ഈ പുത്രദുഃഖം അനുഭവിക്കാനായി ഇടയാകുന്നത്. എന്തുകൊണ്ടാണ് ആ 6 പുത്രന്മാര് ജനിച്ചപ്പോൾ തന്നെ മരിച്ചത്? അവർക്കുമുണ്ട് ഒരു കർമ്മഫലം. അതിനും നമുക്ക് പഴയ ആ യുഗത്തിലേക്ക് തിരിച്ചു പോകണം. അതായത് ബ്രഹ്മാവ് സൃഷ്ടി നടത്തുന്ന സമയത്ത് വാഗ്ദേവതയായ സരസ്വതി ഉണ്ടാകുമ്പോൾ ബ്രഹ്മാവിന് സ്വന്തം പുത്രിയോട് ഒരു അഭിനിവേശം ഉണ്ടാകുന്നു. ഇത് കാണുമ്പോൾ മരീചി മഹർഷിയുടെ പുത്രന്മാരായ 6 പുത്രന്മാരുണ്ട് മരീചി മഹർഷിക്ക്. ആ 6 പുത്രന്മാരെ ഇത് കാണുമ്പോൾ പരിഹസിക്കും. ഇത് കാണുന്ന ബ്രഹ്മാവ് വളരെ കുറ്റബോധത്തോടുകൂടി പെട്ടെന്ന് തന്നെ തൻ്റെ ആ ശരീരം ഉപേക്ഷിച്ച് പുകമറയായിട്ട് മാറുകയാണ്. അതോടൊപ്പം ഈ 6 പുത്രന്മാർക്ക് ശാപവും ലഭിക്കുന്നു, നിങ്ങൾ ദൈത്യരായിട്ട് ജനിക്കട്ടെ എന്ന് പറഞ്ഞിട്ട്. അങ്ങനെയാണ് കാലനേമിയുടെ 6 പുത്രന്മാരായി അവര് അവതരിക്കുന്നത്. എന്നാൽ ഹിരണ്യകശിപു അവരെ ശപിക്കുന്നുണ്ട്. കാരണം അവർ ബ്രഹ്മാവിനെ പൂജിക്കുന്നു. ബ്രഹ്മാവിനെ പൂജിക്കരുത് എന്നാണ് ഹിരണ്യകശിപു കൊടുത്തിരിക്കുന്ന നിർദ്ദേശം. തൻ്റെ പൗത്രന്മാർ തന്നെ, കാലനേമി ഹിരണ്യകശിപുവിന്റെ മകനാണ്. അപ്പോൾ തൻ്റെ പൗത്രന്മാർ തന്നെ ബ്രഹ്മാവിനെ പൂജിക്കുന്നത് വളരെയധികം ദേഷ്യത്തോടെയാണ് ഹിരണ്യകശിപു കാണുന്നത്. ഹിരണ്യകശിപു ശപിക്കുകയാണ്, നിങ്ങളുടെ അച്ഛൻ്റെ കൈയാലെ അടുത്ത ജന്മം ജനിക്കുമ്പോൾ തന്നെ മരിച്ചു പോകട്ടെ എന്ന് പറയുകയാണ്. അങ്ങനെ കാലനേമിയാണ് കംസനായിട്ട് അവതരിക്കുന്നത്. അങ്ങനെ കംസന്റെ കൈകളാൽ 6 പുത്രന്മാരും ജനിക്കുമ്പോൾ തന്നെ മരിച്ചു പോകും. ഈ കഥ പറയുന്നത് ഹരിവംശ പുരാണത്തിലാണ്. ദേവകി അമ്മയുടെയും ഈ 6 പുത്രന്മാരുടെയും പൂർവ്വജന്മ കഥയൊക്കെ പറഞ്ഞിരിക്കുന്നത്. ഇനി ഇതിന്റെ ഒരു ക്ലൈമാക്സും ഉണ്ട്. അതായത് ദേവകി അമ്മ അവസാനം ദ്വാരകയിൽ വെച്ചിട്ട് ശ്രീകൃഷ്ണനോട് ഇങ്ങനെ ആവശ്യപ്പെടുന്നുണ്ട്, തൻ്റെ മരിച്ചുപോയ 6 പുത്രന്മാരെ ഒന്ന് കാണണം. അതാണ് തൻ്റെ ജന്മാഭിലാഷം. അവരെ ഒന്ന് താലോലിക്കാനോ പാലൂട്ടാനോ തനിക്ക് സാധിച്ചിട്ടില്ല. അപ്പോൾ ശ്രീകൃഷ്ണൻ തൻ്റെ യോഗസിദ്ധിയിലൂടെ അമ്മയുടെ ആഗ്രഹം സാധിച്ചു കൊടുക്കുന്നു. അങ്ങനെ യോഗസിദ്ധിയിലൂടെ നോക്കുമ്പോഴാണ് മഹാബലി വാഴുന്ന സുതലത്തിലാണ് ആ 6 പുത്രന്മാരും വസിക്കുന്നത്. അങ്ങനെ അവിടെ പോയിട്ട് ബലിയോട് കാര്യങ്ങളൊക്കെ പറയുന്നു. തൻ്റെ അമ്മയുടെ ആഗ്രഹം നിറവേറ്റണം, അതിനുവേണ്ടി ആ കുട്ടികളെ ഒന്ന് തരണം. അവരെ കൊണ്ടുപോയി ദേവകി അമ്മയ്ക്ക് കൊടുക്കുകയാണ്. ആ കുഞ്ഞ് കുട്ടികളായിട്ട് തന്നെ കൊടുക്കുകയാണ്. അങ്ങനെ ആ കുട്ടികളെ പാലൂട്ടുന്നു. ആ ദേവകി അമ്മയുടെ ആഗ്രഹം സാധിക്കുന്നു. അതിനുശേഷം അവരെ സ്വധാമത്തിലേക്ക് തന്നെ തിരിച്ചു കൊണ്ടുവിടുകയാണ് ശ്രീകൃഷ്ണൻ. ചോദ്യമാണ്, എന്തുകൊണ്ടാണ് ശ്രീകൃഷ്ണനെ പരമാത്മാവ് എന്ന് വിളിക്കുന്നത്? ചില സെമറ്റിക് മതങ്ങൾ വിശ്വസിക്കുന്നത് ശ്രീകൃഷ്ണൻ ദ്വാപരയുഗത്തിൽ ജീവിച്ചിരുന്ന ഒരു സാധാരണ മനുഷ്യനല്ലേ എന്നാണ്. അത് എന്തുകൊണ്ടെന്ന് വെച്ചാൽ ശ്രീകൃഷ്ണ തത്വത്തെ ശരിയായി ഉൾക്കൊള്ളാൻ അവർക്ക് സാധിച്ചിട്ടില്ല, അല്ലെങ്കിൽ അദ്ദേഹത്തെ മനസ്സിലാക്കിയിട്ടില്ല. ഒരു സാധാരണ പുരുഷന് ഒരുപാട് ലിമിറ്റേഷൻസ് ഉണ്ട്. പക്ഷെ ഭഗവാന് ഒരു ലിമിറ്റേഷൻസും ഇല്ല, പരിധിയില്ലാത്തവനാണ്, സർവവ്യാപിയാണ്, അന്തര്യാമിയാണ് ശ്രീകൃഷ്ണ തത്വം എന്ന് പറയുന്നത്. ലീലാ പുരുഷോത്തമനാണ് അദ്ദേഹം.
അദ്ദേഹം ചെയ്ത ആ കാര്യങ്ങളൊന്നും തന്നെ ഒരു സാധാരണ മനുഷ്യന് ഒരിക്കലും ചെയ്യാൻ സാധിക്കില്ല. മാത്രമല്ല ശ്രീകൃഷ്ണൻ എന്ന് പറയുന്ന പേരിൻ്റെ അർത്ഥം തന്നെ ഓൾ അട്രാക്റ്റീവ് എന്നാണ്. അദ്ദേഹം എല്ലാ രീതിയിലും ആകൃഷ്ടനായിട്ടുള്ള അല്ലെങ്കിൽ ആകർഷിക്കുന്ന ഒരു പരമപുരുഷനായിരുന്നു. ഒരു പുരുഷനിൽ എല്ലാ ഗുണങ്ങളും ഒന്നു ചേരുക എന്ന് പറയുന്നത് നടക്കില്ല. എന്തെങ്കിലുമൊക്കെ കുറവും കുറ്റവും കുറവും ഒക്കെ ഒരു സാധാരണ മനുഷ്യജന്മത്തിൽ എല്ലാവർക്കും ഉണ്ടാവും. പക്ഷെ ഒരു കുറവുമില്ലാത്ത ലീലാപുരുഷോത്തമനായിരുന്നു ശ്രീകൃഷ്ണൻ. യഥാർത്ഥമായിട്ടുള്ള പരമസത്യം, പരമാത്മാവ്, പരംപുരുഷൻ തൻ്റെ ഗോലോകധാമത്തിൽ നിന്നും ഭൂമിയിൽ അവതരിച്ചതാണ് ധർമ്മത്തിന്റെ പുനഃസ്ഥാപനത്തിന് വേണ്ടി. ഭഗവത്ഗീത ഉപദേശിച്ചു തന്നു എങ്ങനെയാണ് കലിയുഗം എന്ന് പറയുന്നത് യുഗങ്ങളിൽ വെച്ച് ഏറ്റവും അധർമ്മം വിളയാടുന്ന, ധർമ്മത്തിന് വളരെയധികം ച്യുതി സംഭവിക്കുന്ന കലിയുഗത്തിൽ എപ്രകാരം ജീവിക്കണം എന്ന് പഠിപ്പിച്ചു തരികയാണ് അദ്ദേഹം. അപ്പോൾ പല മറ്റ് ദേവീദേവന്മാരുടെ ഭക്തന്മാർക്ക് സംശയം തോന്നും, ശ്രീകൃഷ്ണനെ ആണോ അപ്പോൾ നമ്മൾ ആരാധിക്കേണ്ടത്? അപ്പോൾ ബാക്കിയുള്ള ദേവീദേവന്മാരെ ആരാധിക്കുന്നത് വെറുതെ ആണോ? ശിവഭഗവാനെ ആരാധിച്ചാൽ എന്താ? അദ്ദേഹം ദേവാദിദേവനാണല്ലോ, ഭൂതനാഥനാണല്ലോ, എന്തുകൊണ്ടാണ് അയ്യപ്പസ്വാമിയെ ആരാധിക്കുന്നത് തെറ്റായിട്ട് വരുമോ? ഒരിക്കലുമല്ല. ഡെമി ഗോഡ്സ് ആണ് അവരെല്ലാം തന്നെ. ശ്രീകൃഷ്ണ പരമാത്മാവിലേക്ക് എത്തുക എന്ന് പറയുന്നത് വളരെ സാത്വികമായിട്ടുള്ള ജന്മങ്ങൾക്ക് മാത്രമേ അതിന് സാധിക്കുകയുള്ളൂ. വളരെയധികം നിഷ്ഠയോടുകൂടി നമ്മൾ ജീവിക്കണം. നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് എപ്പോഴും സർവ്വസമർപ്പിതമായി ഭഗവാനിൽ ഊന്നിയുള്ള ഒരു ജീവിതമായിരിക്കും. ശുദ്ധി, ദാനം, തപസ്, സത്യം ഇവയെല്ലാം തന്നെ വളരെയധികം നിഷ്ഠയോടെ കാത്തു സൂക്ഷിക്കണം. വൈഷ്ണവര് വളരെയധികം ഭക്ഷണ കാര്യത്തിൽ പോലും മാംസഭക്ഷണം ഉപേക്ഷിക്കുക. അതുപോലെ ഒരുപാട് ചിട്ടയായിട്ടുള്ളൊരു ജീവിതമാണ് വൈഷ്ണവരെ സംബന്ധിച്ചിടത്തോളം ഉള്ളത്. നമ്മൾ തിരിച്ചറിഞ്ഞു ഭഗവാന്റെ തത്വം, എന്നിട്ട് നമുക്ക് സാത്വികമായൊരു ജീവിതത്തിലേക്ക് അല്ലെങ്കിൽ ജീവിക്കാൻ സാധിക്കുന്നില്ല, ഒരിക്കലും വിഷമിക്കേണ്ട. ഭഗവാൻ തീർച്ചയായിട്ടും നമുക്കൊരു അവസരം നൽകും. നമ്മുടെ അടുത്തൊരു ജന്മം ആ രീതിയിൽ ഭഗവാനെ സേവിച്ചുകൊണ്ട് ഭഗവത് പദം പൂകാനായിട്ട് വളരെ നല്ല രീതിയിലുള്ള സാഹചര്യങ്ങളുള്ള ഒരു ജന്മം ഭഗവാൻ നമുക്ക് നൽകും. അതുകൊണ്ട് ഒരു പ്രതീക്ഷയും ഇല്ലാതെ ഒന്നും പ്രാർത്ഥിച്ച് ജീവിക്കുക. ഇനി നിങ്ങൾ വേറെ ദേവീദേവന്മാരെ ആയിക്കോട്ടെ പ്രാർത്ഥിക്കുന്നത്, എങ്കിലും കാലക്രമേണ ഗ്രാജുവലായിട്ട് നിങ്ങൾ അദ്ദേഹത്തിൽ തന്നെ ചെന്നെത്തും. അതുകൊണ്ടാണ് അദ്ദേഹം 10-ാം അധ്യായത്തിൽ, ഭഗവത്ഗീതയുടെ 10-ാം അധ്യായത്തിൽ 23-ാം ശ്ലോകത്തിൽ അത് അദ്ദേഹം പറയുന്നുണ്ട്. നിങ്ങളുടെ കർമ്മങ്ങൾക്ക് അനുസൃതമായിട്ട് നിങ്ങൾക്ക് ചിലപ്പോൾ രജോ തമോ ഗുണങ്ങളിൽ പെട്ടുന്നുണ്ടാവാം. എന്നാലും നിങ്ങൾ ഭക്തരായിരിക്കാം, വേറെ ഏതെങ്കിലും ദേവീദേവന്മാരെ വളരെ കടുത്ത വിശ്വാസിയായിരിക്കാം. പക്ഷെ എന്നാലും ശ്രീഹരിയിലേക്ക് എത്താൻ സാധിക്കുന്നില്ല. ഒട്ടും വിഷമിക്കേണ്ട. കാലക്രമേണ ഗ്രാജുവലായിട്ട് നിങ്ങളെ അങ്ങോട്ട് എത്തിക്കും. ചിലപ്പോൾ ഈ ജന്മത്തിൽ സാധിച്ചില്ലെങ്കിൽ അടുത്തൊരു മനോഹരമായൊരു ജന്മം നൽകി നിങ്ങൾക്ക് അതിനുള്ള സാഹചര്യങ്ങൾ നൽകും. ചിലർ പറയുന്നുണ്ട് കർമ്മത്തിലൂടെ മാത്രമേ ഈശ്വരനിലേക്ക് എത്താൻ സാധിക്കുള്ളൂ. കർമ്മയോഗികളാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായും കർമ്മയോഗത്തിലൂടെ ഈശ്വരനിലേക്ക് എത്താം. ഇനി ജ്ഞാനത്തിലൂടെ മാത്രമേ ഈശ്വരനിലേക്ക് എത്താൻ സാധിക്കുകയുള്ളൂ. ജ്ഞാനയോഗത്തിലൂടെയും എത്താം. പക്ഷേ മാത്രമേ അല്ലെങ്കിൽ അതിലൂടെ എന്ന് പറയുന്നതാണ് തെറ്റ്. നമുക്ക് ഭഗവാൻ പല വഴികൾ തന്നിട്ടുണ്ട്. ആ വഴികളിൽ നമ്മുടെ കഴിവ്, നമ്മുടെ ബുദ്ധി, എല്ലാവർക്കും ഒരേ ബുദ്ധിയല്ല. എല്ലാവർക്കും ഒരേ ബുദ്ധിയാണെങ്കിൽ ഒരു ക്ലാസ്സിൽ പരീക്ഷയിട്ട് എല്ലാവർക്കും ഫസ്റ്റ് റാങ്ക് കിട്ടത്തില്ലേ? അപ്പോൾ എല്ലാവർക്കും ഒരേ ബുദ്ധിയല്ല, ഒരേ തരത്തിലുള്ള കാഴ്ചപ്പാടുകളല്ല, ഒരേ തരത്തിലുള്ള ചിന്താഗതികളല്ല. അപ്പോൾ നമ്മുടെ ചിന്താഗതികൾക്കും നമ്മുടെ കാഴ്ചപ്പാടുകൾക്കും നമ്മുടെ ബുദ്ധിക്കും അനുസരിച്ചിട്ടുള്ള ഒരു കർമ്മ മേഖലയിലേക്ക് നമ്മൾ വന്നു പെടുന്നു. എങ്കിൽ കൂടിയും നമ്മൾക്ക് ഭഗവത് സ്മരണ ഉണ്ടാവുകയാണെങ്കിൽ കാലക്രമേണ നമ്മൾ ശ്രീഹരിയുടെ പാദങ്ങളിലേക്ക് എത്തിച്ചേരും. പ്രാചീന കേരളത്തിന്റെ ചരിത്രം പരിശോധിച്ചാൽ പെരുമാൾ പീരീഡിലാണ് ഒരു വൈഷ്ണവ ആരാധനാ സമ്പ്രദായം നമ്മുടെ കേരളത്തിൽ ഉടനീളം ഉണ്ടാകുന്നത്. അത് ഞാൻ കുലശേഖര പെരുമാളിന്റെ കഥ പറഞ്ഞപ്പോൾ പറഞ്ഞു. അതുകൊണ്ടാണ് നമുക്ക് പലതരത്തിലുള്ള വിഷ്ണുവിന്റെ അവതാരമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ആഘോഷങ്ങളെല്ലാം നമ്മൾ ആഘോഷിക്കുന്നത്. എന്നാൽ അതിനുശേഷവും ഒരു വിസ്മൃതിയിലാണ്ടൊരു കാലഘട്ടം ഉണ്ടായിരുന്നു. ബുദ്ധമതത്തിന്റെ വളരെ അതിപ്രസരം ഉണ്ടാവുന്ന സമയത്താണ് പെരുമാൾ പീരീഡിലൂടെ വീണ്ടും വൈഷ്ണവ ആരാധന സമ്പ്രദായങ്ങൾ, പിന്നെയും ശ്രീകൃഷ്ണ ഭക്തി കേരളത്തിൽ ഉടലെടുത്തത്. അതിനുശേഷം പിന്നെയും വിസ്മൃതിയിലാണ്ടുപോയി മറ്റു തരത്തിലുള്ള സെമറ്റിക് മതങ്ങളുടെ ഒരു അധിനിവേശം ഉണ്ടായി, പലതരത്തിലുള്ള കൺവേർഷൻസ്. കാരണം ഇവിടെ ജാതി വ്യവസ്ഥിതി എന്ന് പറയുന്നത് അത്രത്തോളം ഉണ്ടായിരുന്നു. അതായത് അവർണർ, സവർണർ എന്ന് പറയുന്ന വേർതിരിവുകളൊക്കെ മനുഷ്യർക്കിടയിൽ, അതായത് പലതരത്തിലുള്ള സനാതന ധർമ്മ തത്വങ്ങളെയും തെറ്റായി അപഗ്രഥിച്ചുകൊണ്ട് സമൂഹത്തിൽ പല ഉച്ചനീചത്വങ്ങളും ഉണ്ടായി. അതായത് അല്പജ്ഞാനം മഹാ അപകടം എന്ന് പറയില്ലേ, അതുപോലത്തെ ഒരു അവസ്ഥ. അങ്ങനെ ആ കാലഘട്ടത്തിൽ പല ആളുകളും സെമറ്റിക് മതങ്ങളിലേക്ക് ആകർഷരാക്കപ്പെട്ടു. അങ്ങനെ മതപരിവർത്തനം ചെയ്യപ്പെട്ടു. ആ സമയത്തും നമ്മുടെ കൃഷ്ണഭക്തിക്ക് വളരെയധികം ച്യുതി സംഭവിച്ചിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായി. അപ്പോഴും
ഭക്തി പ്രസ്ഥാനത്തിന്റെ ഒരു ഉദയമുണ്ടായി. 15-ാം നൂറ്റാണ്ടിൽ എഴുത്തച്ഛനും പൂന്താനവും മേൽപ്പത്തൂരും ഒക്കെ തങ്ങളുടെ കവിതകളിലൂടെ, കാവ്യങ്ങളിലൂടെ, രചനകളിലൂടെ ഭക്തി പ്രസ്ഥാനത്തെ വളരെയധികം പ്രജ്വലിതമാക്കി. ബുദ്ധ മതത്തിന്റെ ആ കാലഘട്ടത്തിന് ശേഷം പ്രത്യേക ആരാധനാ രീതിയൊക്കെ നമുക്ക് നിശ്ചയിച്ചത് ശ്രീ ശങ്കരാചാര്യരിലൂടെയായിരുന്നു. ഉപദേവതമാരെ ആരാധിക്കുന്ന സമ്പ്രദായ രീതികൾ അല്ലെങ്കിൽ ദ്രാവിഡ ദൈവങ്ങളെ ഒക്കെ ആരാധിക്കുന്ന സമ്പ്രദായ രീതികളായിരുന്നു കേരളത്തിൽ അധികവും ഉണ്ടായിരുന്നത്. കാരണം കേരളത്തിന്റെ ആ ചരിത്രം പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു തന്നു. പല തിണകളായിട്ട് തിരിച്ചിട്ട് പല കർമ്മങ്ങൾക്കനുസരിച്ച് ജീവിക്കുന്ന കുറച്ച് വിഭാഗക്കാരായിരുന്നു ഇവിടുത്തെ ആദിമ വംശജർ. പിന്നീട് പല നാടുകളിൽ നിന്നും പല തരത്തിലുള്ള ആളുകൾ ഇവിടേക്ക് കുടിയേറി പാർക്കുകയായിരുന്നു. അങ്ങനെ ഒരു മിക്സഡ് കൾച്ചറാണ് കേരളത്തിൽ ഉണ്ടായത്. ദ്രാവിഡ ആരാധന സമ്പ്രദായ രീതി പിന്തുടർന്ന് വന്നവരെ സംബന്ധിച്ചിടത്തോളം ഒരു വൈഷ്ണവ ആരാധന സമ്പ്രദായം എന്ന് പറയുന്നത് അവർക്ക് ചിന്തിക്കാൻ സാധിക്കുകയില്ല. കാരണം ശുദ്ധം, വൃത്തി, അങ്ങനെ വളരെയധികം വ്യത്യസ്തമായിട്ടുള്ള വളരെ കഠിനമായിട്ടുള്ള ജീവിതചര്യകളൊക്കെ സ്വീകരിച്ചു വരുന്ന ഒരു ആചാര സമ്പ്രദായം അത് അവരുടെ കർമ്മ മേഖലകളായിട്ട് പൊരുത്തപ്പെട്ടു പോകില്ല. അതുകൊണ്ട് അവര് ഉപദേവതകളെ, ശിവഭഗവാനെ, ദേവി ദേവന്മാരെ ഒക്കെ ആരാധിച്ചു. ബുദ്ധമതത്തിന്റെ അധപതനം സംഭവിച്ചു. കാരണം ബുദ്ധനെ തന്നെ ദൈവമായിട്ട് ആരാധിക്കാൻ തുടങ്ങി. താൻ ദൈവമല്ല എന്ന് പറഞ്ഞ ബുദ്ധനെ തന്നെ ക്ഷേത്രങ്ങൾ തുറന്നു കൊടുക്കാതിരുന്നതും ഒടുവിൽ അത് തുറന്നു കൊടുത്തതും എല്ലാം ഭഗവാന്റെ അറിവോടെ സമ്മതത്തോടെയാണ്. ഭഗവാൻ അറിയാതെ ഒരു പുൽക്കൊടി പോലും ഇവിടെ മുളയ്ക്കുകയില്ല. ആ സത്യം നമ്മൾ എപ്പോഴും മനസ്സിലാക്കണം. ഇതിനൊക്കെ കാരണഭൂതരായിട്ടുള്ള ഓരോ മനുഷ്യരുടെയും ഹൃദയത്തിൽ ശ്രീകൃഷ്ണ പരമാത്മ തത്വത്തിന്റെ പ്രതിഫലനം തന്നെയാണ്. അപ്പോൾ ആ സമയമാകുമ്പോൾ ആരിലൂടെയാണ് തൻ്റെ കാര്യങ്ങൾ നടപ്പിലാകേണ്ടത് എന്ന് അദ്ദേഹം തീരുമാനിക്കും. അപ്പോൾ അദ്ദേഹത്തിന്റെ തീരുമാനങ്ങളാണ് കർമ്മങ്ങളായിട്ട് നമ്മൾ ചെയ്യുന്നത്. അപ്പം നമ്മൾ വെറും അദ്ദേഹത്തിന്റെ ദാസന്മാരാണ്. അദ്ദേഹം പറയുന്നതിനനുസരിച്ച് നമ്മുടെ ശരീരം പ്രവർത്തിക്കുന്നു. നമ്മൾ പോലും അറിയുന്നില്ല നമ്മുടെ ചിന്താഗതികൾ മാറ്റമുണ്ടാകുന്നത്, നമ്മുടെ ഇഷ്ടങ്ങൾ മാറി മറിയുന്നത് ഇതിലൊക്കെയും അദ്ദേഹത്തിന്റെ ഒരു ദ ടച്ച് ഓഫ് ഗോഡ് അത് എപ്പോഴും ഉണ്ട്. അത് ഓർക്കുക. അപ്പോൾ ഒന്നും നമ്മളല്ല ചെയ്തത്, അല്ലെങ്കിൽ നമ്മുടെ പൂർവികരല്ല ചെയ്തത്. എല്ലാം ഈശ്വര ഇച്ഛ പ്രകാരം, ഈശ്വരന്റെ അറിവോട് സമ്മതത്തോടു കൂടി എന്തൊക്കെയോ എപ്പോഴൊക്കെയോ ഏതൊക്കെയോ രീതിയിൽ നടന്നുകൊണ്ടിരിക്കുന്നു. ഇനിയും നടക്കും. എല്ലാം ഭഗവാനിലേക്ക് തന്നെ, ഭഗവാൻ തന്നെ സൃഷ്ടിച്ചു. ഭഗവാന്റെ യോഗമായയിലൂടെ എല്ലാം സൃഷ്ടിക്കപ്പെട്ടു. അതിലേക്ക് തന്നെ അവസാനം എല്ലാം തിരിച്ച് ചെന്നെത്തുകയും ചെയ്യും. അതാണ് ഈ
സമ്പൂർണമായിട്ടുള്ള ഈ യൂണിവേഴ്സൽ ട്രൂത്ത് എന്ന് പറയുന്നത് അത് മാത്രമാണ്. ഭഗവാൻ ശ്രീകൃഷ്ണന്റെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാകട്ടെ. ശ്രീ ഗുരുവായൂരപ്പന്റെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സർവം കൃഷ്ണാർപ്പണമസ്തു.